തദ്ദേശ പോരിന്റെ ചൂടിലേക്ക് കേരളം വീണ് കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ആഴ്ച വരാനിരിക്കുന്നേ ഉള്ളൂവെങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി 2-3 ആഴ്ച കഴിഞ്ഞു. പലയിടത്തും സ്ഥാനാർത്ഥികൾ ആരെന്ന് ഏറെക്കുറെ തീരുമാനവുമായി കഴിഞ്ഞു. അതിന്റെ പൊട്ടലും ചീറ്റലും എല്ലാം പുറത്ത് കേൾക്കാനുമുണ്ട്. ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചാരണവും ഉഷാറാണ്. കോർപ്പറേഷനുകൾ പിടിച്ചു നിർത്താനും പിടിച്ചെടുക്കാനും കരുതിക്കൂട്ടിയുള്ള കരുനീക്കങ്ങളാണ് 3 മുന്നണികളുടെയും ഒന്നാം പരിഗണന. തലസ്ഥാനത്ത് ശബരിനാഥനെ ഫീൽഡ് ചെയ്യിപ്പിച്ച് കോൺഗ്രസ് ഒരു പടി മുൻപേ കളം നിറഞ്ഞു. 3 ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ CPIM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു. തിരുവനന്തപുരത്ത് പൊട്ടിപ്പാറുമെന്ന് ഉറപ്പായി. എറണാകുളത്ത് ഇരു മുന്നണിക്കും അപ്രതീക്ഷിത മേയർ സ്ഥാനാർത്ഥി എത്തുമെന്ന് ഉറപ്പായി. പാലക്കാട് കോൺഗ്രസ് വിട്ടവർ തിരിച്ചെത്തിയപ്പോൾ ലീഗിൽ വിമതശല്യം തലപൊക്കി. ഇതിനിടെ സംസ്ഥാനമാകെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നണികളിൽ നിന്ന് കൂടുവിട്ട് കൂടുചാട്ടങ്ങളും തുടരുകയാണ്. നാടാകെ നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എവിടം വരെ എത്തി പരിശോധിക്കാം. RD എക്സ്ട്രാ. തിരുവനന്തപുരത്ത് KS ശബരിനാഥൻ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടരുന്നതിനൊപ്പം കോൺഗ്രസിലെ പടലപ്പിണക്കവും പൊട്ടിത്തെറിയും തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജിവെച്ചത് നേമം തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ മണക്കാട് സുരേഷ്. നേമം ഷജീറിന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. ഇന്ന് 16 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് കോൺഗ്രസ് ആദ്യഘട്ട മേൽക്കൈ നേടി. വഞ്ചിയൂർ, പാളയം, വിളപ്പിൽ ഏരിയ സെക്രട്ടറിമാരെ മത്സരകളത്തിലിറക്കാൻ CPIM തീരുമാനിച്ചു. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തീ പാർന്ന പോര് നടക്കുമെന്ന് ഉറപ്പായി. BJPയും പ്രചാരണ രംഗത്ത് സജീവമാകുന്നതിനൊപ്പം വിമതശല്യത്തിനും ചൂട് പിടിക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വിമതരുടെ ഭീഷണി. RSPയും കൊല്ലം കോർപ്പറേഷനിലേക്ക് ഇന്ന് 10 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി രാജിവെച്ചു. V4 പട്ടാമ്പി കൂട്ടായ്മയുടെ നേതാവായ ഷാജി കോൺഗ്രസ് വിട്ട് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം അമ്പാട് പഞ്ചായത്തിൽ UDFും വെൽഫെയർ പാർട്ടിയും ധാരണയിലെത്തി. പഞ്ചായത്തിലെ വാർഡ് 18 ഇപ്പൂട്ടിങ്ങലിൽ UDF പിന്തുണയോടെ വെൽഫെയർ പാർട്ടി മത്സരിക്കും. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. CPIMന് ചെറിയ കളിയല്ല ഇത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. മത്സരത്തിന് ഇറങ്ങുക CPIMന്റെ വഞ്ചിയൂർ, പാളയം, വിളപ്പിൽ ഏരിയ സെക്രട്ടറിമാരാണ്. CPIM 75 സീറ്റുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കും. CPIക്ക് 17 ഡിവിഷനുകൾ നൽകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ധാരണയായത്. കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതുകൊണ്ടാണ്. മേയർ സ്ഥാനത്തേക്ക് സാധ്യത കൂടുതൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം SB ദീപക്കിനാണ്. ഏരിയ സെക്രട്ടറിമാരായ RP ശിവജി, K ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം SA സുന്ദർ എന്നിവരും പരിഗണനയിലുണ്ട്. ശബരിനാഥൻ തുടങ്ങി കലാപവും തുടങ്ങി. KS ശബരിനാഥൻ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് കോൺഗ്രസ് 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ഇതുവരെ പ്രഖ്യാപിച്ചത് 79 സ്ഥാനാർത്ഥികളെയാണ്. 63 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പ്രചാരണ നേതൃത്വം K മുരളീധരനാണ്. എല്ലാ ഡിവിഷനുകളിലും എത്തുന്ന പദയാത്രാ പ്രചാരണവും ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അതിനിടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായി. നിരവധി പ്രവർത്തകർ രാജിവെച്ചു. പാർട്ടി വിട്ടത് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം 50ഓളം പേരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIMുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് രാജിവെച്ച ഈ നേതാക്കൾ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് നേമം മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷൻ മണക്കാട് സുരേഷും രാജിവെച്ചിട്ടുണ്ട്. BJP ക്യാമ്പും അതിനിടെ സജീവമാണ്. കോൺഗ്രസ് തിരുവനന്തപുരത്ത് പദയാത്രാ പ്രചാരണം തുടങ്ങിയതിന് പിന്നാലെ BJP ക്യാമ്പും സജീവമായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് BJPയുടെ പദയാത്രാ പ്രചാരണം. നേമം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയിലും കലഹം രൂക്ഷമാണ്. കോർപ്പറേഷനിലെ BJP പാർലമെന്ററി പാർട്ടി നേതാവായ MR ഗോപനെതിരെ കലാപക്കൊടി ഉയർന്നിരിക്കുന്നു. ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് നേമം ഏരിയ പ്രസിഡന്റ് M ജയകുമാറും രാജിവെച്ചു. സഹകരണ ബാങ്ക് അഴിമതിയും കൗൺസിലറുടെ ആത്മഹത്യയും അടക്കം BJPക്ക് ഇവിടെ തലവേദനയാണ്. കൊച്ചിയും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ ഇക്കുറി മേയർ സ്ഥാനത്തേക്ക് എല്ലാ മുന്നണിയിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളാണ്. UDF ക്യാമ്പിൽ പരിഗണനയിലുള്ളത് ഷൈൻ മാത്യു, ദീപ അനിൽ എന്നിവരാണ്. LDF ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് പൂർണിമ നാരായണൻ, ദീപ വർമ്മ എന്നിവരുടെ പേരുകളാണ്. നിലവിലെ ഇടതു മുന്നണി ഭരണം പിടിച്ചു നിർത്തിയ സ്വതന്ത്രൻ TK അഷ്റഫ് അതിനിടെ UDFിലേക്ക് ചാടുകയും ചെയ്തു. കോഴിക്കോട് മേയർ ആര് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ കോഴിക്കോട് UDF അഡ്വക്കേറ്റ് PM നിയാസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് വിവരം. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന് അവസരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. അർഷൻ, ഇങ്ങനെയൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുമ്പ് ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ എല്ലാവരും പൂർത്തിയാക്കി കഴിഞ്ഞു. പതിവില്ലാത്തൊരു ചൂടുണ്ടോ? തീർച്ചയായും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഈ ചൂടുണ്ടെന്ന് മാത്രമല്ല, കൗതുകകരമായ രാഷ്ട്രീയ സഖ്യങ്ങളും കാലുമാറ്റങ്ങളും ഇങ്ങനെയുള്ള പല പല വിചിത്രമായ സംഗതികളും ചട്ടപ്പട്ട അരങ്ങേറും. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു അവസ്ഥ നോക്കിക്കോണം. അതായത് വലിയൊരു മേൽക്കൈ നേടാനും
ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും വലിയ തിരിച്ചടിയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ശബരിനാഥനെ അവിടെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറക്കിയത് തിരുവനന്തപുരത്ത്. ആ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു നേതാവിനെ അങ്ങനെ ഒരു കോർപ്പറേഷൻ വാർഡിൽ മത്സരിക്കാൻ ഇറക്കണമെങ്കിൽ കോൺഗ്രസ് അത്ര ഭാവനാപൂർണമായി തന്നെ ആ വിഷയത്തെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? അതായത് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതല്ല ആത്യന്തികമായി ആ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മൊത്തം കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാട്ടാനുള്ള ഒരാളായി അവർക്ക് ആവേശമായി ശബരിനാഥൻ അവിടെ ഉണ്ട് എന്നതുകൂടിയാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ഇന്നിപ്പോൾ രാജിവെച്ച ഈ അവിടെ കലാപക്കൊടി ഉയർത്തിയിട്ടുള്ള ഒരു നേതാക്കൾക്കും ഞാനില്ല. കാരണം ആ കോൺഗ്രസിൻ്റെ ആ പദ്ധതിയെ അട്ടിമറിക്കാനുള്ള പരിപാടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിനിയിപ്പോൾ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം പരമാവധി എത്രയാണ് എന്നുള്ളത് ഉത്തമ ബോധ്യം അവിടെ നിൽക്കുന്നവർക്കുണ്ട്. അങ്ങനെ അറിയുന്ന അതിനെക്കുറിച്ചുള്ള ബോധ്യം ഇല്ലാത്തവരാണ് അവരെങ്കിൽ അവർ ഈ രാഷ്ട്രീയ പ്രവർത്തകരാകാൻ തന്നെ യോഗ്യരല്ല ഇത്തരം ആളുകൾ. കാരണം അവിടെ നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ്. 34 സീറ്റാണ് BJP പിടിച്ചിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെ ഉറച്ച കേന്ദ്രങ്ങളിൽ നിന്നാണ് അവർ ആ സീറ്റ് ഒപ്പിച്ചെടുത്തത്. 3 പതിറ്റാണ്ടായി അവിടെ കോൺഗ്രസിന് ആ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ദുർബലമായി മാറുകയും പതുക്കെ അവിടെ, അതായത് ആ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന പ്രദേശമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ആകെ അട്ടപ്പടലം പൊളിയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യമുള്ളപ്പോൾ അവിടെ അതിനൊരു കാരണം എന്താണ്? അവിടെ ഭരണം എന്നതില്ല. കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമില്ല. നിരാശരായ കോൺഗ്രസ്സുകാർ ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ആ മനോനിലയുള്ളവർ BJPയിലേക്ക് പയ്യെ പോകുന്നു, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നു. ആ വോട്ടിൻ്റെ ഇടിവ് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് അവിടെ. ഇത് പാലക്കാട് ഇത് CPMലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ഇത് കോൺഗ്രസ്സിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം എന്ന നിലയ്ക്ക് അവിടെ ശബരിനാഥനെ അവതരിപ്പിക്കുമ്പോൾ ഒരാവശ്യവുമില്ലാതെ അത് ഈ തമ്പാനൂർ സതീഷിനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കന്മാർ അവിടെ നിന്ന് രാജിവെക്കുകയും ഈ കലാപം ഉയർത്തുകയും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം തിരുവനന്തപുരത്ത് പരമാവധി മുന്നേറ്റം ഉണ്ടാക്കുക, ഈ ഒരു ആവേശം സംസ്ഥാനത്തെമ്പാടും പടർത്തുക, ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ അവർക്ക് തടസ്സം നിൽക്കുന്നത് കോൺഗ്രസിനുള്ളിലുള്ളവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നേമം ഷജീറിനെ പോലെയുള്ള ഒരാളെ അത്തരത്തിൽ അവതരിപ്പിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം കെ മുരളീധരൻ ഇന്ന് ചോദിക്കുന്നതുണ്ടല്ലോ. അതായത് അവിടെ പരമാവധി ഈ സംഘടനയെ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് കെ മുരളീധരൻ ഒരു പരിധിവരെ നടത്തിയത്. അതിലൊരു പാളിച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാമുദായികമായ പരിഗണന എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പരിഗണനയൊന്നും കോൺഗ്രസ് വേണ്ട രീതിയിൽ പാലിച്ചിട്ടില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനപ്പുറത്താണ് ഈ വ്യക്തിപ്രഭാവം എന്നുള്ളത് ശബരിനാഥൻ്റെ, അതിൽ തകർന്നു. പിന്നെ ഇപ്പുറത്തേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും കൗതുകകരമായ നീക്കം എനിക്ക് തോന്നിയത് ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ തന്നെയുള്ള ആലോചനയിലേക്കും ആ തീരുമാനത്തിലേക്കും ഒക്കെ കോൺഗ്രസ് പോകുന്നതാണ്. കോഴിക്കോട് അങ്ങനെയല്ല നമ്മൾ കൊടുവള്ളിയിൽ കണ്ടത്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് മാറി ആ സഖ്യം അനിവാര്യമാണ് എന്നുള്ള ഒരു ആലോചനയിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. കാരണം പ്രചാരണത്തിൽ വെൽഫെയർ പാർട്ടിക്ക് വലിയ ഒരു ഇടപെടൽ നടത്താൻ കഴിയും. അങ്ങനെ ഒരു സംവിധാനമാണത്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആലോചനയിലേക്ക് അവരും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കുറച്ചുകൂടി, അതായത് ഈ ഒരു നീക്കം എന്നത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് നടത്തിയ നീക്കം കേരളം മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്ന് ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി തീരുമാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏതാണ്ട് എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പോൾ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉറപ്പായി എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. നേരത്തെ ഇറങ്ങുന്നതിന് കാരണം ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലായിടത്തും ഈ ഇൻചാർജുകളെ നൽകിയിരുന്നു, മുതിർന്ന നേതാക്കളെ. പ്രതിപക്ഷ നേതാവിന് പോലും ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ കെ മുരളീധരൻ ഇതിനകത്ത് കൂടുതൽ ഉത്സാഹം കാണിച്ചു. അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പ്രഖ്യാപിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെന്തായാലും പ്രഖ്യാപിച്ചത് ഒരു കണക്കിന് കോൺഗ്രസിന് ഉണർവ് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ബദൽ നീക്കങ്ങൾ ഏതെല്ലാം വിധത്തിൽ തിരിച്ചടിയാകുമെന്ന് അറിയില്ല. പക്ഷേ ഹർഷൻ പറഞ്ഞ പോലെ ഏത് തിരിച്ചടിയായാലും 10 സീറ്റിൽ നിന്ന് താഴേക്ക് പോകും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഏറ്റവും ലോയിലാണ്. 10 സീറ്റ് എന്ന് പറയുമ്പോൾ 8 സീറ്റ് മാത്രമേ കോൺഗ്രസിന് അവിടെയുള്ളൂ. ബാക്കി 2 സീറ്റ് ഘടകകക്ഷി
കക്ഷികളുടേതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടാനുള്ളത് മെച്ചം എന്ന രീതിയിൽ അവിടെ പ്രവർത്തിക്കാം. അതാണ് എന്റെ സംശയം. അതിനിടയ്ക്ക് പിന്നെ അവിടെ എന്തിനാണ് തമ്മിൽ തല്ലുന്നത്? അതെ, ഉറപ്പായിട്ടും അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംശയമായി നിൽക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് മറ്റിടങ്ങളിൽ ഉൾപ്പെടെ പരാതികൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹർഷം പറഞ്ഞതുപോലെ പരാതികളില്ലാതെ ഒരു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും പൂർത്തിയാക്കാൻ സാധിക്കില്ല. പിന്നെ കോൺഗ്രസിനെ പോലെ ഇത്രയും വിശാലമായ അർത്ഥതലങ്ങളിൽ കിടക്കുന്ന പാർട്ടിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ആ പ്രചാരണം എങ്ങനെ ഏതെല്ലാം വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതെ, റൈറ്റ്. ഇതിനകത്ത് എനിക്ക് ഇനിയിപ്പം നാളെയും മറ്റന്നാളും ഒക്കെ ആയി ചർച്ചയാകാൻ പോകുന്നത് ഈ വെൽഫെയർ പാർട്ടി ബന്ധം കൂടിയായിരിക്കും കേട്ടോ. അതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യം ഉയരും. ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഈ മതരാഷ്ട്രം എന്നുള്ള സങ്കല്പം അവസാനിപ്പിച്ചോ എന്നുള്ള ചോദ്യം വീണ്ടും വി.ഡി. സതീശനോടക്കം ചോദിക്കുന്ന സ്ഥിതി ഉണ്ടാവും. കൗതുകരമായി രസകരമായി ഈ തെരഞ്ഞെടുപ്പ് കാലം മുമ്പോട്ട് പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ കൊച്ചി കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ അങ്ങനെ എളുപ്പത്തിൽ ഇടതു മുന്നണിക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നില്ല. കഴിഞ്ഞ തവണ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതു മുന്നണിയുടെ കയ്യിലേക്ക് വരും. യു.ഡി.എഫിലേക്ക് പോയി. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കരുതുന്ന പോലെയല്ല, 5 പേര്, എൻ്റെ കണക്കിൽ 5 പേര് ഇപ്പോൾ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ മേയർമാരാകാൻ റെഡിയായി കഴിഞ്ഞു. ഏത് കോൺഗ്രസിൽ നിന്ന് വനിതകളാണ്, വനിതാ സംവരണമാണ്. 5 വനിതകൾ ഇപ്പോൾ തന്നെ അതിന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരതിനുള്ള കരുനീക്കങ്ങൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ. തൃശ്ശൂർ കോർപ്പറേഷനിൽ സമാനമായ സ്ഥിതിയുണ്ട്. അവിടെ ചില കേരളം മുഴുവൻ ചർച്ചയാകാൻ പോകുന്ന ചില കാലുമാറ്റങ്ങൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇപ്പം തന്നെ നിലനിൽക്കുകയാണ്. ഏകദേശം അറിയുന്നതുമാണ്. അപ്പം അത്തരത്തിലുള്ള ചില കാറ്റുമാറ്റങ്ങളും നീക്കങ്ങളും കൂടി നമുക്ക് കാണാം. ഉറപ്പായും തദ്ദേശത്തെ കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ മിനിറ്റ് വെച്ചാണ് നടക്കുന്നത്. RDX അവതരിപ്പിക്കാൻ സ്റ്റുഡിയോയിൽ എത്തിയ ശേഷമാണ് ചാലക്കുടി നഗരസഭയിലെ ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്ന 2 കൗൺസിലർമാർ രാജിവെച്ച വാർത്ത വന്നത്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിന്റെ ഇലക്ഷൻ ചുമതലയുള്ള ഭാരവാഹി രാജിവെച്ച വാർത്തയും വന്നു. പാലക്കാടും കൊല്ലത്തും എല്ലാം പൊട്ടിത്തെറികൾ തുടരുന്നുണ്ട്. ഇതിനെയെല്ലാം തുടർ ചലനങ്ങൾ ആഴ്ചകളോളം ഉണ്ടാവുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ കൂടിയാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ അങ്ങേയറ്റം വീറും വാശിയും നിറയാൻ പോവുകയാണ്. ഏതായാലും സംസ്ഥാന ചരിത്രത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പൊടിപാറുന്ന തെരഞ്ഞെടുപ്പ് ഇത്തവണത്തേതാകുമെന്ന് ഉറപ്പാണ്.